ചില ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങൾക്ക് എത്രയോ അർത്ഥതലങ്ങളാണ്, പറഞ്ഞാൽ തീരാത്ത അർത്ഥങ്ങൾ. വിശേഷിച്ചൊരർത്ഥം കിട്ടാത്ത പുസ്തകങ്ങളുണ്ട്. എൻ്റെ അലമാരയിൽ ഞാൻ നോവലും കഥയും എഴുതുന്ന ആളാണെങ്കിൽ ശരി, നോവലും കഥയൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. എക്കാലത്തും വായിച്ചിരിക്കേണ്ട ക്ലാസിക്കുകൾ. അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഇതുവരെ കിട്ടാത്ത അർത്ഥം. ഇന്ന് പറയുന്നത് ദശരഥനെ കുറിച്ചാണ്. ദശരഥനെ കുറിച്ച് ഞാൻ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടില്ലേ? എത്രയോ വർഷമായിട്ട് രാമായണ മാസ പ്രഭാഷണവും പണ്ട് അമൃത TV-യിൽ സംസാരിക്കുമ്പോഴും ഒക്കെ ദശരഥനെ കുറിച്ച് പറയുമ്പോൾ അതുവരെ ചിന്തിക്കാത്ത ചില കാര്യം നമ്മൾ ആലോചിച്ചെടുക്കാനുണ്ട്. ആദ്യം ആലോചിക്കേണ്ടത് നമ്മളുടെ കാര്യമാണല്ലോ. ആരാണ് ദശരഥൻ? നിങ്ങളും ഞാനും തന്നെ. രാവണ അതും നമ്മൾ തന്നെയാണ്. പക്ഷെ ഇപ്പൊ വിഷയം ദശരഥനാണല്ലോ. എങ്ങനെ ദശരഥനായത്? 10 രഥങ്ങളെ ഒരേ സമയം ഓടിക്കാൻ കഴിയുന്ന ആള്, നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് ദശരഥൻ. രഥകൽപ്പന എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള അർത്ഥമാണ് കാര്യമായിട്ട്. ഏതാണ് ഈ 10 രഥം? കൃത്യം 10 രഥം, 11 അല്ല. 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇത് 5 പഞ്ചേന്ദ്രിയങ്ങളാണ്. 5 കർമ്മേന്ദ്രിയവും 10 എണ്ണം വെച്ചപ്പം നമ്മൾ നടക്കണത്. നമ്മൾ ആലോചിക്കണം, നാം ദശരഥന്മാരാണ്. അല്ലാതെ ദശരഥൻ അവിടെ ജനിച്ചോ? ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? എന്താ? ഞാനിപ്പോ ദശരഥനാണല്ലോ ഇത് സംസാരിക്കുമ്പോൾ. ഈ 10 ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കി വെച്ചപ്പോ ദശരഥനായി. അപ്പുറത്തൊരു വേറെ ചങ്ങായി ഉണ്ട്, ഇതിനെ ബഹിർമുഖമാക്കി വെച്ചവൻ 10 തലയുള്ള രാവണനാക്കി. അതും തെറ്റല്ല. നമ്മൾ ബഹിർമുഖമാക്കി വെച്ചാണ് നടക്കുന്നത്. രാവണന്മാരാണ് നമ്മൾ. അതിനെങ്ങനെ പുറത്തേക്കെടുത്ത് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം സത്യം, ഇങ്ങനെ ബഹിർമുഖമാക്കല്ലേ? അന്തർമുഖമാക്കി. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ണടച്ചാൽ കാണില്ലേ? എന്താ അങ്ങനെ ആലോചിക്കുന്നത്? കണ്ണട, പിന്നെ ഭൂതക്കണ്ണാടി വേറെ. 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് അമ്പലത്തിലെത്തിയിട്ട് അവിടെ എത്തി ഉടനെ കണ്ണടച്ചു. 5 മണിക്കൂർ ക്യൂ. അവിടെ ആ വിഗ്രഹത്തിന്റെ മുമ്പിലെത്തിയ ഉടനെ കണ്ണടച്ചു. ഇവിടെ നിക്കണ്ട, പോ എന്ന് ബാക്കിയുള്ളവർ ഒരു സ്റ്റാഫിനെ അവിടെ നിന്ന് എത്തിക്കുക. അയാൾ പറയും, കണ്ണുകൾക്കറിയാം ഈ വിഗ്രഹത്തിലും നല്ല കാര്യമൊന്നും, വിവരമുണ്ട്. ഇതാണ് അന്തർമുഖത്വം. ദശരഥന് കണ്ണിനെ നിയന്ത്രിച്ചു. കാതിൽ പലതും കേൾക്കാതിരിക്കണം. വീട്ടിൽ ഭാര്യ വേറെ ആളോട് സംസാരിക്കുകയാണ്, ബന്ധുക്കളോട്. നമ്മൾ കേൾക്കേണ്ട കാര്യം അല്ലെങ്കിൽ അതൊന്നും ഇങ്ങോട്ടൊന്നും കിട്ടാല്ലേ. കേൾക്കണ്ടതേ, അത് ചോദിക്കണ്ടേ? അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാനില്ല. നമ്മൾ പരമാവധി സംസാരിക്കണ്ട.
ഈയിടെ ഒരു പ്രത്യേക കാര്യത്തിന് അടുക്കളയിൽ നിന്ന് ഞാൻ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് എൻ്റെ എഴുത്തുമേശയോടെ വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഭാര്യ കയറി വന്നു. എങ്ങനെ ഈ പാത്രം ഇവിടെ വന്നേ? ആ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നീ പോവെന്ന് പറഞ്ഞു. എന്താ കാരണം അറിയും? ഇതിപ്പോ വിസ്തരിച്ചിട്ട് ഒരു കാര്യമില്ലേ. അതിപ്പോ വിസ്തരിച്ച് ഇന്നൊരു കാര്യത്തിന് വരുമ്പോ ഇങ്ങനൊന്നും വേണ്ടി വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്. നമ്മളൊക്കെ എത്രയോ പൈസ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്. എന്തേ വരാൻ വൈകിയ ചോദിക്കുമ്പോ വേറെ ആളിങ്ങനെ വിസ്തരിക്കുക, നമ്മളങ്ങനെ കേൾക്കുക. സംഭവം ഇപ്പൊ ഏതാനും വൈകിയാലും കാര്യം നടക്കുമല്ലോ. ആവശ്യമില്ലാത്ത വർത്തമാനം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്. ഇതിനെ അന്തർമുഖമാക്കി വെക്കുന്നവർക്ക് തന്നെയാണ് കഴിവുണ്ടാവുക. കഴിവുണ്ടാവുക എങ്ങനെയാണ്? ബഹിർമുഖമാക്കി വെക്കാതെ അന്തർമുഖമാക്കി വെക്കുക. കണ്ണടയ്ക്കുക, അപ്പൊ കാതിലേക്ക് ശക്തി കൂടും. കണ്ണില്ലാത്തവർക്ക് ശ്രവണശക്തി കൂടുതലുണ്ട്. എവിടെ ശബ്ദം കിട്ടുമോ അവിടേക്ക് അമ്പ ചെയ്യാനുള്ള കഴിവ് ദശരഥന് കിട്ടി, നമുക്കും കിട്ടും. പക്ഷെ ദശരഥൻ അത് ആനയെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചു, മിസ്യൂസ് ചെയ്തു കഴിവിനെ. നാം ഓരോരുത്തരും നമ്മുടെ കഴിവിനെ മിസ്യൂസ് ചെയ്യണം. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് നമ്മൾ മണ്ടന്മാര് എന്ന് വിളിക്കുന്ന ചിലവര് എന്ത് കഴിവ് അവർക്കറിയോ? സമ്മതിക്കണം. ശബ്ദം കേൾക്കുമ്പോഴേക്കും മനസ്സാവും ഇന്നാളാ വന്നെന്ന്. ജീവജാലങ്ങൾക്കൊക്കെ കഴിയുമല്ലോ. വലിയ വർത്തമാനത്തിന്റെ ഇടയ്ക്ക് ഡൽഹിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, ആ പൂച്ചക്കുട്ടി ഇങ്ങനെയാ എന്ന് പറയുമ്പോ അത് അവിടെ നിന്ന് മേന്ന് ശബ്ദം ഉണ്ടാക്കും. എന്നെ പറ്റിയാ പറയണതെന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി. നമുക്ക് ഓരോരുത്തർക്കും ദശരഥന്റെ മാതിരി കഴിവുണ്ട്. ചില കുട്ടികളെ കുറിച്ച് അച്ഛൻ പറയും നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായി? മിസ്യൂസ് ചെയ്തു. ഏറ്റവും വിവരമുള്ള ആർക്കാ? കള്ളന്മാർക്കാ. എത്ര വിജ്ഞാനം വേണം ഏകാഗ്രതയിൽ നിന്നിട്ട് ശ്രദ്ധാപൂർവം നിന്നിട്ടല്ലേ ഈ മോഷണം നടന്നത്? ആ കഴിവിനെ വീട്ടില് രാത്രി കിടക്കുന്നതിന് മുമ്പ് പുറമേയുള്ള ഗ്രിൽസ് ഞാൻ പൂട്ടും. അത് കഴിഞ്ഞിട്ട് ഉമ്മറത്തെ ആദ്യത്തെ വാതില് കുളത്തിടും. ഒരു ദിവസം ആ ഗ്രിൽസ് പൂട്ടാൻ മറന്നു. ഒരു ദിവസം. അന്നത്തെ ദിവസം മോഷണ ശ്രമത്തിന് ആള് വന്നു. അപ്പോഴേക്ക് ലൈറ്റ് ഇട്ടു, പ്രശ്നം ഉണ്ടായില്ല. എത്രമാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു ആ മോഷ്ടിക്കാൻ വന്ന ആള്. അവർക്കറിയാം ഈ ശബ്ദവേദി പറഞ്ഞ ശബ്ദം കേട്ടോടത്തിലേക്ക് അമ്പ ചെയ്യാനുള്ള കഴിവ് ദശരഥന് കിട്ടിയിട്ട് അതിനെ മിസ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? രാമൻ നഷ്ടപ്പെട്ടു. പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നു. രാമനെ കാട്ടിലേക്ക് അയച്ചു. മരിക്കണ സമയത്ത് മക്കളാരും അടുത്ത് ഉണ്ടായി. ഈ പ്രത്യേക സിദ്ധിയെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കപടബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ?
ചില വ്യക്തികളുടെയൊക്കെ കഴിവ് ആലോചിച്ചാൽ അവർക്കേ അത് കഴിയുള്ളൂ. പക്ഷെ എന്താണ്, വേണ്ടുന്ന രീതിയിലല്ല, ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ശാപം കിട്ടിയത്. ശാപം കിട്ടിയോണ്ടാണ് മക്കളുണ്ടായത്. മക്കളുണ്ടായതുകൊണ്ടാണ് പുത്രശോകം അനുഭവിച്ചത്. അതൊക്കെ വേറെ കാര്യം. പക്ഷെ ദശരഥനെ പറ്റിയുള്ള ഒരു എതിരഭിപ്രായം വേണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് വനത്ത് പോവുക, വെള്ളം കുടിക്കാൻ വന്ന ആന വെള്ളം കുടിക്കാൻ വന്ന ആനയെ അമ്പെയ്ത് കൊല്ലുന്നത് ശരിയാണോ? ആന വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. ആ നല്ല കഴിവിനെ മിസ്യൂസ് ചെയ്യുന്ന പോലെ പലയിടത്തിലും അനുഭവമുണ്ട്. കോളേജിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ കൂവുന്നവരുണ്ട്, ബഹളം വെക്കുന്നവരുണ്ട്, മതിലുമ്പിൽ തോന്നിയാസ് എഴുതിയോ, അവർക്കൊക്കെ കഴിവുണ്ട്. ആ കഴിവിനെ മുഴുവൻ അവര് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയാണ്. നോക്കൂട്ടം പറയുന്നവരില്ല, ഇന്നാള് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആ പറയണത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കും. ശ്രദ്ധിച്ചു കേട്ടിട്ട് നമുക്കൊരു അക്ഷരം എവിടെയാണ് പിഴവ് വന്നതെന്ന് അവര് നോക്കി വെക്കുക. ആ നോക്കി വെച്ചിട്ട് അതന്നെ അങ്ങോട്ട് മറ്റാളോട് ചെന്ന് പറയും. നിങ്ങളെപ്പറ്റി പറയുമ്പോ ഒരു മൂളല് മൂളിയിട്ടുണ്ട്, പറഞ്ഞുതരിക തെറ്റിക്കാൻ. കുറച്ചൊരു കഴിവ് നമ്മൾ കാണിക്കുമ്പോഴേക്കും, ഇന്ദ്രിയങ്ങളെ കുറച്ചൊന്ന് നിയന്ത്രിക്കുമ്പോഴേക്കും നമുക്ക് നല്ല കഴിവ് കിട്ടും. ആ കഴിവ് കിട്ടിയിട്ട് പണ്ട് ഇങ്ങനെ കഴിവുണ്ടായിട്ട് മിസ്യൂസ് ചെയ്യുന്നല്ലോ എന്ന് ശ്രീനാരായണ ഗുരു കുമാരനാശാനോട് പറഞ്ഞു. കുമാരനാശാന് ഫീൽ ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങനത്തെ കവിത എഴുതി കൊണ്ടേ കൊടുത്തിട്ടില്ല, മഹാകവിയായിട്ട് മാറി. ശ്രദ്ധിച്ചു, സിദ്ധി ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നല്ല കുമാരു എഴുതേണ്ടതെന്നും. എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ് നമ്മുടെ ഈ കഴിവിനെ മിസ്യൂസ് ചെയ്യരുത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം.